നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സംസ്ഥാനത്തും പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിലക്കയറ്റം. നിലവിൽ കൊച്ചിയിൽ പെട്രോളിന് 108.78 രൂപയും ഡീസലിന് 97.67 രൂപയുമാണ് വില. മെയ് 15-ന് വില വർദ്ധിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണക്കമ്പനികളുടെ ആവശ്യം. എന്നാൽ 3 രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചു. രാജ്യത്തെ എണ്ണക്കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നതിനാൽ മെയ് 15-ന് മുൻപ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിലും വർധനവുണ്ടായേക്കാം. 4 വർഷത്തിനിടെ ആദ്യമായാണ് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ടാകുന്നത്. 2022 മുതൽ ചില്ലറ വിൽപ്പന നിരക്കുകൾ വലിയ തോതിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിനിടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 നിന്ന് $126 ഉയർന്നതിനെ തുടർന്നാണ് പ്രതിസന്ധി രൂക്ഷമായത്. മരത്താക്കര നെല്ലിച്ചുവട് ജിംനേഷ്യത്തിനു മുന്നിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി പോട്ട പനമ്പിള്ളി നഗർ സ്വദേശിയായ സിറിലിനെയാണ് പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചത്. മരത്താക്കര സ്വദേശി ഡീനസ് ഡേവിസിനെയാണ് സിറിൽ ആക്രമിച്ചത്. ഞായറാഴ്ച നടത്തിയ തെളിവെടുപ്പിൽ ഡീനസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റിക പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് പ്രതിയുടെ വീട്ടിലെത്തിച്ചും തെളിവുകൾ ശേഖരിച്ചു. വെള്ളിയാഴ്ച രാവിലെ കൃത്യം നടന്ന സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് ഇയാളെ പോട്ടയിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ 8-ാം തീയതി രാത്രി 7:30-യോടെയായിരുന്നു നാടിന് നടുക്കിയ റിപ്പർ മോഡൽ ആക്രമണം നടന്നത്. ജിംനേഷ്യത്തിലെത്തുന്ന ഡീനസിനെ കാത്ത് ഹെൽമറ്റ് ധരിച്ച 2 മണിക്കൂർ മുൻപ് തന്നെ സിറിൽ സ്ഥലത്തെത്തിയിരുന്നു. വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡീനസിനെ പുറകിൽ നിന്ന് ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുകയും ബോധരഹിതനായി വീണ ഡീനസിന്റെ മരണം ഉറപ്പാക്കാൻ 2 തവണ കൂടി തലയ്ക്കടിക്കുകയും ചെയ്തതായി പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു. തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായി സിറിൽ കുപ്പിയിൽ ഇന്ധനവും കരുതിയിരുന്നു. ഡീനസിന്റെ ഭാര്യയുമായുള്ള വഴിവിട്ട ബന്ധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഡീനസിനെ കൊലപ്പെടുത്തി ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പദ്ധതിയെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 25ഓളം രഹസ്യ പോലീസുകാരെ നിയോഗിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതി വലയിലായത്. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21-ന് നടത്തും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രി ഉന്നതതല യോഗം ചേർന്നാണ് പുതിയ തീയതി തീരുമാനിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ വർഷത്തെ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കിയത്. മെയ് 3-ന് നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യക്തമായതോടെയാണ് പരീക്ഷ റദ്ദാക്കിയത്. മെഡിക്കൽ പ്രവേശനത്തിനായി വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനമിറക്കി. പുതിയ ഹാൾ ടിക്കറ്റ് ഉടൻ കുട്ടികൾക്ക് വിതരണം ചെയ്യും. ഒരിക്കൽ പരീക്ഷ എഴുതിയതിനാൽ പുതിയതായി രജിസ്ട്രേഷൻ നടത്തേണ്ടതിന്റെയോ ഫീസ് അടയ്ക്കേണ്ടതിന്റെയോ ആവശ്യമില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. ദേശീയപാത 66 മതിലകത്ത് നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. മതിലകം മതിൽ മൂലയിൽ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വെറൈറ്റി ഷോപ്പിംഗ് സെന്റർ, KMR കാർ വാഷ് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയുടെ മുൻവശത്ത് വച്ചിരുന്ന ഭരണികളും കലങ്ങളും മറ്റു സാധനങ്ങളും കടയുടെ ഷട്ടറും ഉള്ളിലെ ചില്ലും തകർന്നു. പൊന്നാനിയിൽ നിന്ന് കന്യാകുമാരിയിൽ പോയി മടങ്ങിയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുലിക്കണ്ണിയിൽ ബൈക്കിൽ മാനിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. ടാപ്പിംഗ് തൊഴിലാളികളായ താഴത്തുപറമ്പിൽ നാസർ, ആയിഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഇരുവരും ടാപ്പിങ്ങിന് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയും ഇതേ സ്ഥലത്ത് സമാനമായ അപകടം നടന്നിരുന്നു. ബൈക്കിൽ കാട്ടുപന്നിയിടിച്ച് കൊച്ചുപുരയ്ക്കൽ രാജുവിനും ഭാര്യയ്ക്കും പരിക്കേറ്റിരുന്നു. പുലിക്കണ്ണി മേഖലയിൽ തുടർച്ചയായി വന്യജീവികൾ റോഡ് മുറിച്ചു കടക്കുന്നതിനാൽ യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന സാഹചര്യമാണ് ഉള്ളത്. വന്യജീവികൾ റോഡ് ക്രോസ് ചെയ്യുന്നത് തടയുന്നതിനായി
വേലി സ്ഥാപിക്കൽ, നെറ്റ് സ്ഥാപിക്കൽ തുടങ്ങിയ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,675 രൂപയും പവന് 1,17,400 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.